ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ 10 ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോകാം. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണിക്കുന്നില്ല. നമ്മൾ 445 മുതലാണ് നമ്മൾ കാണിക്കുന്നുള്ളൂ വീഡിയോയിൽ. 446, 447 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് 441 മുതൽ പറയാം, കാരണം തീരെ 2 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. ഇത് ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. ടൈമില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കണം എന്നുള്ളൂ. 441, പിന്നെ 442, 443, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. 445, 446, 447 ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 447 മുതൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ തുടങ്ങണയ്ക്ക് മുന്നേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അത് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഒക്കെ ഉണ്ട്. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് പറയാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും, അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റിയിൽ കുറവ്, അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകാം. ഇതൊക്കെ ഞാൻ അഡ്വാൻസ്ഡായിട്ട് പറയാണ്. അല്ലെങ്കിൽ നമ്പേഴ്സിൽ മിസ്റ്റേക്ക് വരാം. അപ്പോൾ ഇതൊരു പ്രത്യേക വിഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ്ഡായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, യൂട്യൂബ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ കമൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപകാരപ്പെടും. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും അധികം വരില്ല, എനിക്കറിയില്ല. അതിപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ ടഫ് വേർഡ്സൊക്കെ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളൊരു സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി പ്രാധാന്യം എടുത്ത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമയമില്ല, അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ അത് പറയാൻ തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. നമ്മൾ എന്തായാലും പറയുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. 447 ക്വസ്റ്റ്യൻ. 447. The environmental movement was a grassroots initiative that primarily addressed the pollution of the environment. B. Has remained focused in issues related to renewable energy. C. Directly lead to the green revaluation. D. Has focused on efforts to control infectious diseases throughout the world. Answer A. Primarily addressed the pollution of the environment. അടുത്തത് 448. The evaluation of pesticide resistance, resurgence and secondary pest outbreaks are only some of the problems that result from reliance on a crop rotation and biological controls which disrupt the natural dynamics of ecosystems. B. Pesticides creating the need to alternate between a pesticide and an herbicide every other year. C. Rodenticides to kill weeds and insect pests and prevent the spread of viral diseases. D. Pesticides creating a never-ending pesticide
treadmill recurring new pest fighting strategies. Answer D. Pesticides creating a never-ending pesticide treadmill recurring new pest fighting strategies. Answer D. Pesticides creating a never-ending pesticide treadmill recurring new pest fighting strategies. At the 449, the fecal coliform test is used to determine if the water being tested A. is acidic or basic, B. is contaminated with human sewage, C. has high levels of heavy metal in the water being tested, D. has high levels of radioactive materials. Answer B. is contaminated with human sewage. അടുത്തത് 450. The food chain in an ecosystem helps to maintain A. the feeder landship in nature, thus biodiversity, B. flow of energy in the ecosystem, C. passage of nutrients in the ecosystem, D. all of the above. Answer B. flow of energy in the ecosystem. 451. The formation of sea salt aerosols helps to clean the air by promoting the formation of air rain, B. nitrogen oxides, C. temperature inversions, D. many types of sulfur compounds. Answer A. rain. അടുത്ത 452. The fossil fuels are considered non-renewable sources of energy because A. their formation is so slow, B. they release carbon dioxide when they are burned, C. people are cutting down too many forests to allow trees to turn into coal, D. carbon dioxide levels in the atmosphere are too low to allow fossil fuels to form. Answer A. their formation is so slow. അടുത്തത് 453. The fragmentation of natural habitats in the convention of land for human uses creates A. more opportunities to preserve wildlife in many small parks, B. focused regions where careful wildlife management can actually increase biodiversity, C. habitats that favor species that grow slowly or have naturally unstable populations, D. breaks that favor species that thrive at the edges of ecosystems. Answer D. breaks that favor species that thrive at the edges of ecosystems. At the 454, the future use of nuclear energy to power personal transportation largely depends on A. safe ways to store nuclear wastes, B. more efficient turbo generator technology, C. low cost lightweight batteries that can store large amounts of power, D. the development of small thermonuclear engines for automobiles. Answer C. low cost lightweight batteries that can store large amounts of power. At the 455, the future worldwide use of irrigation A. is expected to double in the next 20 years due to increasing demands for food. B. is limited by the availability of fresh water and salinization of soils. C. depends upon new technologies to extract more groundwater. D. will require increased reliance on new hydrogen technologies to produce fresh water. Answer C. depends upon new technologies to extract more groundwater. അടുത്തത് 456. The general trends in the production and use of transgenic organisms in Europe, the United States, and the developing world is towards A. decreased production of bioengineered foods and non-food crops, B. increased production of bioengineered foods and non-food crops, C. decreased production of bioengineered foods, how to increase the production of non-food crops. D. increased production of bioengineered foods but decreased production of non-food crops. Answer A.
decreased production of bioengineered foods and non-food crops. At the 457, the global food crisis of 2007 and 2008 was caused in the large part by the large-scale conversion of cropland into roads and cities, b. increased consumption of grains and decreased demand for meat, c. a shortage of large ships to haul grain overseas, d. higher production costs and increased demands for grains. Answer D. Higher production costs and increased demands for grains. At the 458, the goals of biotechnology currently include a. producing greater crop yields in plants that can grow without water, b. growing crops that are more resistant to drought and disease, c. altering plants to increase the production of coal, d. creating plants that do not need sunlight to grow. Answer B. growing crops that are more resistant to drought and disease. അടുത്തത് 459. The goals of the 1974 UN World Food Conference to eliminate all hunger and malnutrition in the world by 1984. A. was accomplished in 1982. B. was accomplished in 1998. C. was finally accomplished in 2008. D. still has a long way to go. Answer B. was accomplished in 1998. അടുത്തത് 460. The graphical representation of an organism position as well as a function at successive trophic levels is called a food chain, b. food web, c. ecological pyramid, d. biomagnifications. Answer D. biomagnifications. At the 461, the graphical representation of the interrelation of producer and consumer in an ecosystem is termed as A. ecological Nike, b. ecological pyramid, c. trophic levels, d. food web. Answer A. ecological Nike. At the 462, the Great Indian bustard is a vulnerable species, b. endangered species, c. rare species, d. flourishing species. Answer C. rare species. Answer C. rare species. At the 463, the greatest biodiversity would be an ecosystem with the same number of species as other ecosystems, but which has a no dominant species, b. only a single dominant species, c. more consumer species than producer species, d. several dominant species in intense competition with each other. Answer A. no dominant species. Answer A. no dominant species. At the 464, the greatest cultural risk to health in most developing countries is A. lack of exercise, b. poor nutrition, c. the use of tobacco, d. consumption of alcohol. Answer C. the use of tobacco. At the 465, the greatest environmental problems of the 1950s mainly concerned A. increased levels of ultraviolet radiation as the ozone layer was destroyed, b. global climate change illustrated by the worldwide decline of thousands of glaciers, c. widespread and easily detected water and air pollution, d. thousands of nuclear power plants that spread radiation across the globe. Answer C. widespread and easily detected water and air pollution. Answer C. widespread and easily detected water and air pollution. അടുത്തത് 466. The greatest human impacts on ocean ecosystems are concentrated A. in the northern hemisphere, b. around Australia, c. around South America, d. in the eastern Pacific. Answer A. in the northern hemisphere. At the 467, the greatest
impact of recent globalization is seen in A. The increased use of natural resources. B. The economic reorganization of the world. C. The move towards sustainable development throughout the world. D. A general shift in populations from cities to rural life. Answer B. The economic reorganization of the world. Answer B. The economic reorganization of the world. ക്യാമറയുടെ ക്ലാരിറ്റി ചില സമയത്ത് ഇല്ല എന്ന് നമുക്ക് പറയാം, ക്ഷമിക്കുക ദയവായി. അടുത്ത 468. The greatest loss of biodiversity in the last 2 centuries has resulted from A. The introduction of alien species to new ecosystems. B. The use of fossil fuels to power transportation and electrical production. C. The physical alternation of habitats. D. The use of rivers, lakes and ocean from transportation. Answer C. The physical alternation of habitats. അടുത്തത് 469. The greatest number of known or expected species are types of animals. B. Plants. C. Fungi. D. Mammals. Answer A. Animals. ഇനി അടുത്തത് 470. The greatest potential for developing new types of agriculture crops depends upon A. Bioengineering new combinations of wheat and rice. B. Drafting together different plants into one new type of plant, such as a plant with tomatoes and sweet potato roots. C. Thousands of plant species that occur only in the wild. D. Our ability to identify and culture new types of animal pollinators. Answer C. Thousands of plant species that occur only in the wild. അടുത്ത 471. The greatest progress in reducing atmospheric levels of lead pollution resulted from C. Using parts of many junked cars to construct a new one. D. Creating a virtual car on a computer. സോറി കേട്ടോ, നമ്മൾ പറഞ്ഞത് തെറ്റു പറ്റിപ്പോയി. നമ്മൾ നേരത്തെ വായിച്ചത് 430 ഓപ്ഷൻസ് ആണ്, തെറ്റി വായിച്ചതാണ്, ദയവായി ക്ഷമിക്കുക. ഇതൊരിക്കൽ കൂടി വായിക്കണം. 471. The greatest progress in reducing atmospheric levels of lead pollution resulted from A. The elimination of leaded gas. B. The switch from lead to graphite in pencils. C. The development of new types of batteries that use lithium instead of lead. D. New types of lead scrubbers on smokestacks that removed lead from the air. Answer A. The elimination of leaded gas. Answer A. The elimination of leaded gas. 472. The greatest public health concerns about the H5N1 bird flu virus is that it will A. Be spread from one bird to another. B. Be spread from birds to people. C. Spread out of the country of Australia. D. Spread from person to person. Answer B. Be spread from birds to people. Answer B. Be spread from birds to people. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുള്ള കാര്യം. ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ച് നമ്മുടെ ക്ലാരിറ്റി പോയി. അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക. നമുക്ക് ഇനിയിപ്പോൾ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാനേ നിവർത്തിയുള്ളൂ. ഈ ഒരു അവസ്ഥയ്ക്ക് എന്താ പറയുക, നമുക്ക് പറയാൻ വാക്കുകളില്ല. നമ്മൾ കുറേ ടോപ്പിക്സ്, കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കവർ ചെയ്യാന്ന് വെച്ചാണ്, ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. അപ്പോൾ 472 വരെ നമ്മൾ പറഞ്ഞു. 473, 474, 475, 476,
476, 477, 478, 479. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒക്കെ ആയിട്ട് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പരമാവധി നമ്മൾ ക്യാമറയുടെ ക്ലാരിറ്റി കിട്ടാവുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മറക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് പറയാൻ, എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നേരിട്ട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം ഇല്ല എന്നുള്ള അവസ്ഥ കൊണ്ട് അത് ഒഴിവാക്കുന്നു. ഈ രീതിയിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട് പറയാൻ പറ്റാത്തതിൽ. കാരണം ഇതിങ്ങനെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളത് നേരിട്ട് അറിയിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ രീതി ചേഞ്ച് ചെയ്യും, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നമ്മൾ ഇത്ര നേരം പറഞ്ഞ ക്ലാസ്സൊക്കെ എടുത്തത് മനസ്സിലായെന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിന് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് CCTക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.